നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വയനാട് തിരുനെല്ലിയിൽ യുവതിയെ ലിവിംഗ് ടുഗദർ പങ്കാളി വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. പ്രതി അതിസാഹസികമായിട്ടാണ് കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയത്. പിടിയിലായപ്പോൾ തന്നെ പ്രതി പറഞ്ഞത് പ്രവീണ തന്റെ ജീവിതം തകർത്തിട്ട് കുട്ടികളുമായി തന്നെ വിട്ടുപോയി എന്ന രീതിയിൽ ആ രീതിക്കായിരുന്നു ഇയാൾ പ്രതികരിച്ചത്. പക്ഷേ പിന്നീടുള്ള അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചത് ഈ പ്രവീണയുടെ ബന്ധുവായ ഒരു പെൺകുട്ടിയെ ഇയാൾ പീഡിപ്പിച്ചുവെന്നാണ്. അപ്പോൾ പോക്സോ കേസ് കൂടി ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുകയാണ്. തൻ്റെ കുടുംബമെല്ലാം തകർന്നു, എന്നിട്ടാണ് അവൾ എന്നെ വിട്ടിട്ട് പോകാൻ നോക്കുന്നത്, അതുകൊണ്ടാണ് താൻ കൊലപ്പെടുത്തിയത് എന്നതടക്കമുള്ള രീതിയിലുള്ള പ്രതികരണമായിരുന്നു പോലീസ് പിടികൂടിയ സമയത്ത് ഇയാൾ നടത്തിയത്. എന്നാലാണ് പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്താനായത് പ്രതി യുവതിയുടെ ബന്ധുവായ യുവതിയെ പീഡിപ്പിച്ചുവെന്ന്. പ്രതിക്കെതിരെ പോലീസ് പോക്സോ കേസ് ചുമത്തി. പ്രതിക്കെതിരെ പോക്സോ കേസ് കൂടാതെ ഈ പ്രവീണയെ കൊലപ്പെടുത്തിയതിന് കൊലപാതക കുറ്റവും പ്രവീണയുടെ മൂത്ത മകളെ വെട്ടിയതിന് കൊലപാതക ശ്രമം കേസും അതുപോലെ തന്നെ ഈ പ്രവീണയുടെ ഇളയ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഈ ഒരു കൊലപാതകത്തിന് ശേഷം ആ കുട്ടിയുമായിട്ടാണ് ഇയാൾ കടന്നു കളഞ്ഞത്. അതുകൊണ്ട് തന്നെ തട്ടിക്കൊണ്ടുപോകുന്നതിനുള്ള കേസും പിന്നെ യുവതിയുടെ ബന്ധുവായ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന് പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. യുവതിയുടെ 9 വയസ്സുകാരി മകളെ തട്ടിക്കൊണ്ടുപോയതിനും ഇത്തരത്തിൽ നിരവധി കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ഇയാളെ ഇന്ന് കൽപ്പറ്റ പോക്സോ കോടതിയിൽ ഹാജരാക്കും. ഈ അരിങ്കൊലയിലേക്ക് നയിച്ചത് ലിവിംഗ് ടുഗദർ ബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പ്രതി ഈ യുവതിയുടെ ബന്ധുവായ പെൺകുട്ടിയെ പീഡിപ്പിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു, അല്ലെങ്കിൽ ആ ഒരു കുറ്റവും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഈ ഒരു കാരണം കൊണ്ടാണോ ഇയാളിൽ നിന്നും രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ ഇയാളുമായുള്ള ബന്ധം വേർപെടുത്താൻ പ്രവീണ ശ്രമിച്ചത്? അപ്പോൾ ബന്ധം വേർപെടുത്താൻ ശ്രമിച്ചതാണ് പ്രതിയെ പ്രകോപിപ്പിച്ചത്, അതിന്മേലുള്ള കൊലപാതകമാണ് നടന്നത് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു കുട്ടിയെ പീഡിപ്പിച്ചത് കൊണ്ടാണോ ഇയാളിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രവീണ ശ്രമിക്കുകയായിരുന്നോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ശക്തമാകുന്നുണ്ട്. തനിക്കും 2 മക്കളാണുള്ളത്. അപ്പോൾ ആ കുട്ടികളുമായി ഇത്തരത്തിലൊരു വ്യക്തിയോടൊപ്പം താമസിക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ മോശം സ്വഭാവമുള്ള ഒരു വ്യക്തിയോട് ജീവിക്കുക എന്നത് വലിയ വെല്ലുവിളി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബന്ധുവായ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് മനസ്സിലാക്കിയ പ്രവീണ ഇയാളിൽ നിന്നും അകലാൻ, അയാൾ വിവാഹ ബന്ധം വേർപെടുത്തണം, അല്ലെങ്കിൽ ഈ ഒരു ബന്ധം വിവാഹബന്ധമല്ല ബന്ധം വേർപെടുത്തണം എന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും അതാണ് പ്രതിയെ പ്രകോപിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരോടൊപ്പം കഴിഞ്ഞിരുന്ന ദിലീഷാണ് കൊലപാതകം നടത്തിയത്. ലിവിംഗ് ടുഗദർ ആയിരുന്നു. ശേഷം യുവതിയുടെ മൂത്ത കുട്ടിയെ വെട്ടിയ പ്രതി ഇളയ കുട്ടിയുമായി കടന്നു കളയുകയായിരുന്നു. ഇളയ കുട്ടിക്കായി മണിക്കൂറുകൾ നീണ്ട തെരച്ചിലായിരുന്നു ഞായറാഴ്ച രാത്രി അരങ്ങേറിയത്. ഇന്നലെ രാവിലെയോടെയാണ് പ്രതിയെയും അതുപോലെ തന്നെ കുട്ടിയെയും കണ്ടെത്താൻ സാധിച്ചത്. രാത്രി മുഴുവൻ നീണ്ട തിരച്ചിലൊടുവിൽ തിങ്കളാഴ്ച രാവിലെയോടെ ദിലീഷിനെയും കുട്ടിയെയും കണ്ടെത്തുകയായിരുന്നു. ഭർത്താവുമായി അകന്നു കഴിഞ്ഞിരുന്ന ഇവർ മക്കൾക്കൊപ്പമാണ് ചേകാടിയിൽ താമസിച്ചത്. കഴുത്തിനും ചെവിക്കും വെട്ടേറ്റ മൂത്ത മകളെ വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇളയ കുട്ടി ആക്രമണം കണ്ടു ഭയന്നു. കുട്ടി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വഴിതെറ്റി വനത്തിൽ അകപ്പെട്ടതായിരിക്കാം എന്നാണ് ആദ്യ നിഗമനം. ഇരുവരെയും കണ്ടെത്തിയത് കൊലപാതകം നടന്ന വീടിന് മീറ്ററുകൾക്കപ്പുറത്ത് വനമേഖലയോട് ചേർന്നുള്ള ഒരു ഒഴിഞ്ഞ വീട്ടിൽ നിന്നായിരുന്നു. ദിലീഷ് കുട്ടിയെ ഇവിടെ പിടിച്ചു വയ്ക്കുകയായിരുന്നു. സാഹസിക നീക്കങ്ങൾക്കൊടുവിൽ വളരെ തന്ത്രപരമായും അതുപോലെ തന്നെ വളരെ കൂർമ്മതയോടെയും പോലീസ് നടത്തിയ നീക്കങ്ങൾക്കൊടുവിലാണ് കുട്ടിയെ രക്ഷപ്പെടുത്താൻ സാധിച്ചത്. തിരുനെല്ലി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം കുട്ടിയെ പ്രാഥമിക ചികിത്സ നൽകുന്നതിനായി അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റുന്ന സാഹചര്യമുണ്ടായി. കുട്ടിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് ഈ ഒരു പരിശോധനയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചു. പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ. ഈ സംഭവം അറിഞ്ഞ് തിരുനെല്ലി ഇൻസ്പെക്ടർ, അതായത് കുട്ടിയെ കാണാൻ ഇയാൾ ഇത്തരത്തിൽ പ്രവീണയെ കൊലപ്പെടുത്തുന്നു, മൂത്ത കുട്ടിയെ ആക്രമിക്കുന്നു, അതിനുശേഷം ഇളയ കുട്ടിയുമായി ആ വീട്ടിൽ നിന്ന് കടന്നു കളയുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഈ കുട്ടി സംഭവം കണ്ട് പേടിച്ച്, അതായത് അമ്മയെ കൊലപ്പെടുത്തുന്നതും ചേച്ചിയെ ഉപദ്രവിക്കുന്നതും കണ്ട് പേടിച്ച് കുട്ടി വനമേഖലയിലേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു എന്നൊരു സംശയമുണ്ടായിരുന്നു. അതല്ല ഇയാൾ തന്നെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണോ എന്നതടക്കമുള്ള സംശയങ്ങളൊക്കെ തുടക്കത്തിൽ ഉണ്ടായിരുന്നു. എന്തായാലും കുട്ടിയെ കാണാനില്ല എന്നതറിഞ്ഞത് മുതൽ തന്നെ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച രാത്രി തന്നെ പരിസര പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള തെരച്ചിലാണ് നടന്നത്. യുവതിയെ കൊലപ്പെടുത്താനുള്ള കാരണം സംബന്ധിച്ച് കൃത്യമായ വിവരം ഇനിയും കിട്ടിയിട്ടില്ല. പ്രവീണ ആദ്യം വിവാഹം കഴിച്ചത് മറ്റൊരാളെയായിരുന്നു. ഇയാളുമായി അകന്നതിന് ശേഷമാണ് ദിലീഷുമായി ഒരുമിച്ച് താമസിച്ചിരുന്നത്. അടുത്തിടെ ദിലീഷുമായി യുവതി അകലാൻ തുടങ്ങി. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം. ദിലീഷിന് സംശയരോഗം ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള ഒരു സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. ഞായറാഴ്ച വൈകിട്ട് വീട്ടിൽ
വീട്ടിലെത്തിയ ദിലീഷ് 7 മണിയോടെ ആയുധം ഉപയോഗിച്ച് യുവതിയെ ആക്രമിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങിയോടിയ മൂത്ത മകൾ പരിസരവാസികളെ സംഭവം അറിയിച്ചതോടെയാണ് കൊലപാതക വിവരം ചുറ്റുമുള്ളവർ അറിഞ്ഞത്. ഇടയൂർക്കുന്ന് സ്വദേശിയാണ് പ്രവീണ. പിലക്കാവ് സ്വദേശിയാണ് പ്രതി ദിലീഷ്. ആദ്യ വിവാഹബന്ധം വേർപ്പെടുത്തിയ പ്രവീണ ഇതിനുശേഷം ദിലീഷിനൊപ്പമാണ് താമസിച്ചിരുന്നത്. കൊലപാതക കാരണം വ്യക്തമല്ല. പരിക്കേറ്റ 14 വയസ്സുകാരി മാനന്തവാടിയിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കനത്ത മഴയായതിനാൽ പ്രതിക്കും കാണാതായ കുട്ടിക്കും വേണ്ടിയുള്ള തിരച്ചിൽ ദുഷ്കരമായിരുന്നു. അതായത് ഞായറാഴ്ച രാത്രി നടത്തിയ തിരച്ചിലൊക്കെ വളരെ ദുഷ്കരമായിരുന്നു. ദുഷ്കരം നിറഞ്ഞ ആ ഘട്ടത്തിലൂടെ കുട്ടിയെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ വലിയ രീതിയിലുള്ള അന്വേഷണം നടന്നു. എന്തായാലും ആശ്വാസകരമായി കഴിഞ്ഞ ദിവസം രാവിലെയോടെ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചു. പ്രതിയെ പിടികൂടാനായി എന്നതടക്കമുള്ള വാർത്തകൾ വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ നടക്കുന്ന വിവരങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്നത്. വാഗേരി അപ്പപ്പാറയിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഇരുവരും. ആക്രമണത്തിനിടെ കുട്ടി ഓടി രക്ഷപ്പെട്ടതാണോ, ദിലീഷ് കുട്ടിയുമായി കടന്നു കളഞ്ഞതാണോ എന്ന കാര്യത്തിലൊക്കെ ഒരു അവ്യക്തത നിലനിന്നിരുന്നു. പ്രവീണയും ദിലീഷും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ബന്ധമൊഴിയാൻ പ്രവീണ താല്പര്യം പ്രകടിപ്പിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. എന്തായാലും ഇപ്പോൾ പരിക്കേറ്റ 14 വയസ്സുകാരി മാനന്തവാടിയിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ പെൺകുട്ടിയുടെ മൊഴി പോലീസ് പ്രാഥമികമായി എടുത്തിട്ടുണ്ട്. വനത്തോട് ചേർന്നുള്ള പ്രദേശമാണ് അപ്പപ്പാറ. ഈ യിലാണ് സംഭവം നടന്നത്. ഡ്രോൺ അടക്കം എത്തിച്ചാണ് കുട്ടിക്കായുള്ള പരിശോധനകൾ നടത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. ഇതിനിടെയാണ് കുട്ടിയെയും പ്രതിയെയും കണ്ടെത്തിയത്. ഈ ഒരു സംഭവം, അതായത് 2 പെൺകുട്ടികളുടെ മുന്നിൽ വെച്ചാണ് ഈ പ്രതി അതിക്രൂരമായ കൊലപാതകം നടത്തിയിരിക്കുന്നത്. അതായത് സ്വന്തം അമ്മയെ കൊലപ്പെടുത്തുന്നത്. 2 പെൺകുട്ടികൾ സാക്ഷികളാകേണ്ടി വന്നിരിക്കുന്നു. മൂത്ത കുട്ടി ഈ അമ്മയെ ഉപദ്രവിക്കുന്നത് കണ്ട് ആശങ്കയിലായ മൂത്ത കുട്ടി അടുത്തുള്ള വീട്ടിലേക്ക് പോയി അനുജത്തിയെ ശുചിമുറിയിൽ പൂട്ടിയിട്ട ശേഷമാണ്, അതായത് അനുജത്തിയെ ആ ഒരു ആപത്ഘട്ടത്തിൽ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ അനുജത്തിയെ ആ ഒരു ശുചിമുറിയിൽ പൂട്ടിയിട്ട ശേഷമാണ് അടുത്ത വീട്ടുകളിൽ പോയി ഈ മൂത്ത കുട്ടി ഈ വിവരം അറിയിച്ചത്. തിരിച്ചെത്തിയ മൂത്ത കുട്ടിക്ക് ഇളയ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല. അതായത് ഈ ശുചിമുറിയുടെ വാതിൽ തകർത്ത് ദിലീഷ് ആ കുട്ടിയുമായി കടന്നു കളയുകയായിരുന്നു. ഇവിടെ നിന്ന് ഈ കുട്ടിയുമായി ദിലീഷ് സ്ഥലം വിടുകയായിരുന്നു. എന്തായാലും നടക്കുന്ന സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയത്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. പ്രതി പറയുന്നത് പ്രവീണ തൻ്റെ ജീവിതം തകർത്തിട്ട് കുട്ടികളുമായി പോകാൻ നോക്കി എന്നാണ്. പക്ഷേ ഇയാളൊരു പോക്സോ കേസ് പ്രതി കൂടിയായിരിക്കുകയാണ്. അതായത് പ്രവീണയുടെ തന്നെ ഒരു ബന്ധുവായ പെൺകുട്ടി ഇയാൾ പീഡിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും 2 പെൺമക്കളുമൊപ്പം ഇയാൾക്കൊപ്പം എങ്ങനെ വിശ്വസിച്ച് പ്രവീണ ജീവിക്കുമെന്ന ചോദ്യമൊക്കെ ഇവിടെ ശക്തമാകുന്നുണ്ട്. എന്തായാലും ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാകും. അതേസമയം നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ മരണം. ഈ IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത കേസിൽ കീഴടങ്ങിയ സുഗാന്തിനെ ഇന്ന് പേട്ട പോലീസ് കോടതിയിൽ ഹാജരാക്കും. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് IB ഉദ്യോഗസ്ഥനായിരുന്ന പ്രതി എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ കീഴടങ്ങിയത്. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സുഗാന്ത് കീഴടങ്ങിയത്. കേസ് അന്വേഷിക്കുന്ന തിരുവനന്തപുരം പേട്ട സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘം കൊച്ചിയിൽ എത്തി പ്രതി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മുമ്പ് ഫോണിൽ നിന്ന് ഇവരുടെ ടെലിഗ്രാം ചാറ്റുകൾ അടക്കം വീണ്ടെടുത്തിരുന്നു. ഇതിൽ യുവതിയെ സുഗാന്ത് ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചിരുന്നു എന്ന് വ്യക്തമാണ്. ഫോൺ പരിശോധന വഴി യുവതിക്ക് പുറമെ മറ്റു പല പെൺകുട്ടികളെയും സുഗാന്ത് ചൂഷണം ചെയ്തുവെന്നും വ്യക്തമായിരുന്നു. മുമ്പ് ആത്മഹത്യ ചെയ്ത യുവതിയും സുഗാന്തും തമ്മിലുള്ള ടെലിഗ്രാം ചാറ്റുകളും പുറത്തു വന്നിരുന്നു. ഇതിൽ സുഗാന്ത് യുവതിയോട് എപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് ചോദിക്കുന്നതടക്കമുള്ള ചാറ്റുകൾ ആത്മഹത്യ പ്രേരണയ്ക്കുള്ള തെളിവായി കോടതിയിൽ കാണിച്ചിരുന്നു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടും നിർണായകമായ ചില നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.